Good morning to all. Once again, welcome back to social science class. Last class we have discussed what is history and the classification of the period of history as prehistoric period and historic period. I think you are thorough with that portion of the first chapter, A Road to History. A Road to History. A Road to History. The chapter named A Road to History. And I would like to recall or examine what you learned last class. What's history? Can you say what is history? Anyone? Okay, yes. History is the record of the past, or history is the record of the progress that human beings acquired down the ages. History is the record of the progress that human beings acquired down the ages. എന്ന് വെച്ചാൽ കാലങ്ങളായി മനുഷ്യൻ ആർജിച്ചെടുത്ത പുരോഗതിയുടെ റെക്കോർഡാണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ. അല്ലേ? അതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ we have studied. And again, what's prehistoric period? What do you mean by prehistoric period? Last class we have studied. What's prehistoric period? The period before the formation of art of writing. Last class we have learned. അല്ലേ? എന്താണ് പ്രീഹിസ്റ്റോറിക്? ചരിത്രാതീത കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീഹിസ്റ്റോറിക് പീരിയഡ് ദി പീരിയഡ് ബിഫോർ ദി ഫോർമേഷൻ ഓഫ് ആർട്ട് ഓഫ് റൈറ്റിംഗ് എന്ന് വെച്ചാൽ എഴുത്ത് വിദ്യ കണ്ടുപിടിക്കുന്നതിൻ്റെ മുമ്പുള്ള കാലഘട്ടത്തെ ചരിത്രാതീത കാലഘട്ടം എന്ന് പറയാം. അല്ലേ? The period before the formation of art of writing is known as prehistoric period. Then historic period. What's historic period? Historic period is just opposite of the prehistoric period. അല്ലേ? നമുക്കറിയാം. What's the historic period? Historic period is the period with the written records. The period with written records is known as the historic period. What's that? എന്ന് വെച്ചാൽ എന്താ? ഈ കാലഘട്ടത്തിലെ രേഖകൾ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ വിവരശേഖരണത്തിനുള്ള സോഴ്സ് നമുക്ക് റിട്ടൺ റെക്കോർഡ്സിൽ നിന്ന് അവൈലബിൾ ആകും. ദാറ്റ് പീരീഡ് ഈസ് കോൾഡ് ഹിസ്റ്റോറിക് പീരീഡ്. ലൈക്ക് ഫ്രം ബുക്സ്, ഫ്രം ഏർലി കോയിൻസ്, ഫ്രം പാം ലീവ്സ്, ഫ്രം സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ് വി ക്യാൻ ഗ്യാദർ ഇൻഫർമേഷൻ ടു പ്രിപ്പയർ ഹിസ്റ്ററി. ദാറ്റ് പീരീഡ് ഈസ് നോൺ ആസ് historic period. The sources from written records. This period is historic period. While on the other hand, prehistoric period is the period before the formation of the art of writing. അല്ലേ? എഴുത്തുവിദ്യയുടെ മുമ്പുള്ള കാലഘട്ടം. Then now നമുക്കറിയാം, എന്തറിയാം,
എന്ത് ചെയ്യണം? ഈ ചരിത്രശേഷിപ്പുകളൊക്കെ എന്ത് ചെയ്യണം? ചരിത്രശേഷിപ്പുകളൊക്കെ പ്രിസർവ് ചെയ്യണം അല്ലേ? ചരിത്രശേഷിപ്പുകളൊക്കെ പ്രിസർവ് അല്ലെങ്കിൽ അത് നിലനിർത്തണം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ചരിത്രശേഷിപ്പുകളൊക്കെ നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ പഴയ അല്ലെങ്കിൽ മുമ്പ് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരുപാട് സാധന സാമഗ്രികളൊക്കെ ഉണ്ടാവും അല്ലേ? ലൈക്ക് ഇതുപോലെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, പാത്രങ്ങൾ, കാർഷിക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന കോയിൻസ് അല്ലേ? അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്രിസർവ് ചെയ്യണം. ഫോർ വാച്ച്, എന്തിനാണ് അത് പ്രിസർവ് ചെയ്യണത്? അത് പ്രിസർവ് ചെയ്യണം. അത് വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് തരും അല്ലേ? എന്ത് ഫോർ എക്സാമ്പിൾ ദി ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ഫോർ ദി അഗ്രികൾച്ചറൽ പർപ്പസസ് ലൈക്ക് പ്ലഫ് അല്ലേ? അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അല്ലേ? കലപ്പകളും സാധനങ്ങളൊക്കെ, അങ്ങനെയുള്ള സാധനങ്ങൾ എന്താണ് ആ കാലഘട്ടത്തിലെ ആ കാലഘട്ടത്തിലെ മനുഷ്യൻ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, എന്തൊക്കെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്, അവർ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അവരുടെ ജീവിത ചുറ്റുപാട് എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള ഒരുപാട് വാല്യൂബിൾ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റുകൾ പ്രിസർവ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭ്യമാകും അല്ലേ? നമുക്ക് ലഭ്യമാകും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ റിമെയിൻസ് ഒക്കെ എന്ത് ചെയ്യണം? പ്രിസർവ് ചെയ്യണം അല്ലേ? നിങ്ങളൊക്കെ ധാരാളം മ്യൂസിയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാവും അല്ലേ? വാട്ട് ആർ ദി ഒബ്ജക്ട്സ് പ്രിസർവ്ഡ് ഇൻ മ്യൂസിയം അല്ലേ? എന്താണ് അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടാകും? ദി ഒബ്ജക്ട്സ് ഓർ ദി റിമെയിൻസ് that were once used by man എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള മ്യൂസിയത്തിലൊക്കെ പ്രിസർവ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആ മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വേണ്ടി വെച്ചിട്ടുണ്ടാകും അല്ലേ? എന്താണ് അതിൻ്റെ ആവശ്യം? That preserved because they give much valuable information on the past of human life. All these items gives us എന്ത് തരും? Valuable information about man, about the old man, about the past living condition of the human beings അല്ലേ? മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരുപാട് ഇൻഫർമേഷൻ, പണ്ട് കാലത്തെ ഇൻഫർമേഷൻസ് ഇത്തരത്തിലുള്ള ഈ പറയുന്ന മ്യൂസിയം നമുക്ക് നൽകും. ലൈക്ക് ബിസൈഡ്സ് ദി മ്യൂസിയം ലൈക്ക് ഫോർട്ട്സ്, പ്ലേസസ്, ഓൾഡ് ബിൽഡിങ്സ് ഓർ ദി പാലസസ് നമുക്ക് എന്ത് ചെയ്യും? ഇതൊക്കെ പ്രിസർവ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. കാരണം ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഓൾഡ് ബിൽഡിങ്സ്, പാലസസ് ഓർ ദി ഫോർട്ട്സ്, ഇതൊക്കെ നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ദി ഫോർട്ട്സ് നമുക്കറിയാം അല്ലേ? നമ്മളൊക്കെ മൈസൂർ പോകുമ്പോൾ മൈസൂർ പാലസ് കാണാറുണ്ട് അല്ലേ? മൈസൂരിലെ പാലസ് കാണാറുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ പാലക്കാട് പോകുമ്പോൾ പാലക്കാട് ടിപ്പുവിൻ്റെ ഫോർട്ട് കാണാറുണ്ട് അല്ലേ? ഇതൊക്കെ ചരിത്രശേഷിപ്പുകളായിട്ട് ഈ പറയുന്ന ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ പ്രിസർവ് ചെയ്യുന്നതിനുള്ള കാരണം എന്താ? അന്നത്തെ ആ ഭരണാധികാരികളെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് ഇത്തരത്തിലുള്ള ചരിത്രശേഷിപ്പുകളിൽ നിന്നാണ്, ഹിസ്റ്റോറിക്കൽ റിമൈൻസിൽ നിന്നാണ് നമുക്ക് ലഭ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇൻ ഷോർട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇത്തരത്തിലുള്ള ചരിത്രശേഷിപ്പുകൾ, ഹിസ്റ്റോറിക്കൽ റിമൈൻസ് വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്തുകൊണ്ട് നിലനിർത്തേണ്ടത് ഭാവി തലമുറയ്ക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനും നമുക്കിതിനെക്കുറിച്ച് പഠിക്കാനും ഒക്കെ വേണ്ടി ഇത് നിലനിർത്തൽ വളരെ നിർബന്ധമാണ്. It's inevitable, it's important to conserve or preserve the historical reserve, like the forts, like the palaces, like the old buildings, etc. And in your textbook there is some pictures like related to funeral related to funeral practices, റിലേറ്റഡ് ടു ഫ്യൂണറൽ എന്ന് വെച്ചാൽ എന്താ?
ഈ ശവശരീരങ്ങൾ അടക്കുന്നതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ്, അല്ലെങ്കിൽ ശേഷിപ്പുകൾ, ചരിത്ര ശേഷിപ്പുകളാണ് ഈ പറയുന്ന ചിത്രത്തിൽ കാണുന്നത്. എന്താണ് ആ ചിത്രത്തിലുള്ളത്? പലതരത്തിലുള്ള കല്ലുകൾ, അല്ലേ, വലിയ കുടങ്ങൾ, ഇങ്ങനെയൊക്കെയായിരുന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്? വിച്ച് ഡിനോട്ട്സ് ഫ്യൂണറൽ പ്രാക്ടീസസ് ഓഫ് ദി ഓൾഡ് മാൻ ഓർ ദി ആൻഷ്യൻ പീപ്പിൾ, അല്ലേ, ആൾക്കാരുടെ പുരാതന കാലഘട്ടത്തിലെ ആളുകൾ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ആൾക്കാർ അവരുടെ ശവശരീരങ്ങൾ അടക്കം ചെയ്തിരുന്നത് ഇത്തരത്തിലുള്ള ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഈ പറയുന്ന കല്ലുകൾക്കടിയിലായിരുന്നു, അല്ലെങ്കിൽ കുടങ്ങളിലൊക്കെ ആയിരുന്നു അവർ ഈ പറഞ്ഞ ശവശരീരങ്ങൾ അടക്കം ചെയ്തിരുന്നത്. അത്തരത്തിലുള്ള ചിത്രങ്ങളാണ് ദിസ് കുടക്കല്ല്, തൊപ്പിക്കല്ല് ആൻഡ് നന്നങ്ങാടി, ലൈക്ക് ദിസ്. And you can also prepare or to construct or to maintain, or you can also prepare a museum in your home or in your school by collecting the coins, old coins, palm leaves, antique lamps, the old utensils, old tools, and the old or the traditional agricultural tools. By collecting all these items, you can prepare a museum in your home or in your school. After reopening our school, you can maintain this like a museum by using these items. And now in history the time or period or chronology is an important thing. Time or period. Now when did India attain what independence? When did? Yes, in the year 1947 India attains its independence, അല്ലേ? എന്നാണ് ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കാലഗണന, അല്ലെങ്കിൽ കാലം, ഇന്ന വർഷം എന്നൊക്കെ പറയുന്നത്. നിങ്ങളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പല സമയത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 1500 AD, അല്ലെങ്കിൽ 1200 BC എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? ഇപ്പോൾ അതിനൊക്കെ വേറെ ചില പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. എന്താണ് ഈ AD, എന്താണ് ഈ BC, എന്താണ് കാലഘട്ടം? ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1947 we got independence. ഇന്ത്യ ഗോട്ട്സ് ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയും, അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു കാലത്തെ ഈ ഒരു ഇയറിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, എന്നാണ് കേരളം ഫോം ചെയ്തത് എന്നാണ് നമുക്കറിയാം. 1956 നവംബർ 1, അല്ലേ? നവംബർ 1 1956 നമുക്കറിയാം. നമ്മൾ നവംബർ 1 നമ്മൾ കേരള പിറവി ദിനമായിട്ട് ആഘോഷിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ 1956 നമുക്ക് എന്ത് കിട്ടിയത്? കേരളം കേരളം ഫോം ചെയ്യുന്നത് 1956. സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാ? 1947. അപ്പോൾ നമുക്ക് ചോദിക്കാം, എന്താണ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എത്ര വർഷം കഴിഞ്ഞാണ് എന്ത് ചെയ്തത്? കേരള ഫോം ചെയ്തത്, അല്ലേ? How many years after independence was the state of Kerala formed? How many years after independence of India was the state of Kerala formed? അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? 1947 സ്വാതന്ത്ര്യം കിട്ടി. അതിനുശേഷം എത്ര വർഷം കഴിഞ്ഞാണ് കേരളം ഫോം ചെയ്തത്? ഇൻ ദി ഇയർ 1956, അല്ലേ? 9 years ആഫ്റ്റർ 9 years കേരള ഫോംഡ്. അപ്പോൾ നമ്മളവിടെ ബേസ് ചെയ്തത് ഇൻഡിപെൻഡൻസ് കിട്ടിയ ഇയർ, അതായത് 1947. അപ്പോൾ നമ്മൾ അവിടെ ഒരു കാലത്തെ ബേസ് ചെയ്തു. എങ്ങനെയാണ് ഈ കാലം ഫോം ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? 1947. ഇപ്പോൾ നൗ വി ആർ ലിവിങ് ഇൻ ദി ഇയർ 2020, അല്ലേ? 2020.
2000. Last year was 2019. Your date of birth is 2000 or 2002, 2000, 2010, 2000. അങ്ങനെ പല ഇയറും നമ്മൾ പറയാറുണ്ട്. പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി പലതും പറയാറുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ, അനദർ എക്സാമ്പിൾ, ദി ഗാന്ധിജി ലെഡ് സാൾട്ട് സത്യാഗ്രഹ ഇൻ ദി ഇയർ ഇൻ വിച്ച് ഇയർ 1930 അല്ലേ. ഗാന്ധിജി ലെഡ് സാൾട്ട് സത്യാഗ്രഹ ഇൻ ദി ഇയർ 1930, അതായത് 1930 ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹം നടത്തുന്നത്. ആൻഡ് ഹൗ മെനി ഇയേഴ്സ് ബിഫോർ ദി ഇൻഡിപെൻഡൻസ് വാസ് ദി സാൾട്ട് സത്യാഗ്രഹ ഓർഗനൈസ്ഡ്? വി നോ ദാറ്റ് ദി ഇൻഡിപെൻഡൻസ് ഇയർ ഇസ് 1947. ഹൗ മെനി ഇയേഴ്സ് ബിഫോർ ദി ഇൻഡിപെൻഡൻസ് വാസ് ദി സാൾട്ട് സത്യാഗ്രഹ ഓർഗനൈസ്ഡ് അല്ലേ. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് എത്ര വർഷം മുമ്പാണ് ഈ പറയുന്ന സാൾട്ട് സത്യാഗ്രഹ ഓർഗനൈസ് ചെയ്തത്? സാൾട്ട് സത്യാഗ്രഹ ഓർഗനൈസ് ചെയ്തത് അപ്പോൾ നമുക്കറിയാം ഏതാ 1947 ഏത് കിട്ടുന്നത്? ഈ പറയുന്ന ഇൻഡിപെൻഡൻസ് കിട്ടുന്നത്. അപ്പോൾ 1930 1930 സാൾട്ട് സത്യാഗ്രഹ ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്നത് 17 വർഷം, എത്ര വർഷം മുമ്പാണ്? 47, 50, 47, 30, 17 വർഷം മുമ്പ് അല്ലേ. 30 സാൾട്ട് സത്യാഗ്രഹക്ക് ശേഷം 47 എന്ത് കിട്ടുന്നത്? ഇൻഡിപെൻഡൻസ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ബേസ് ചെയ്ത ഹിയർ ക്രോണോളജി ഈസ് മെഷേർഡ് ബേസ്ഡ് ഓൺ ദി ഇയർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് അല്ലേ. ക്രോണോളജി ബേസ് ചെയ്തത് എങ്ങനെയാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എന്ത്? ഈ പറയുന്ന 1956 കേരള വാസ് ഫോംഡ്, സാൾട്ട് സത്യാഗ്രഹ ലെഡ് ബൈ ഗാന്ധിജി ഇൻ ദി ഇയർ 1930. ആൻഡ് ഇതിനൊക്കെ നമ്മൾ ഇൻഡിപെൻഡൻസുമായി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 17 വർഷം മുമ്പാണ് 1930 സാൾട്ട് സത്യാഗ്രഹ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ആ സാൾട്ട് സത്യാഗ്രഹം 30 നടന്നതിന് ശേഷം 17 വർഷം കഴിഞ്ഞ് 47 നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇൻഡിപെൻഡൻസ് കിട്ടുന്നത്, സ്വാതന്ത്ര്യം കിട്ടുന്നത് ഇൻ ദി ഇയർ 1947. ആൻഡ് ആഫ്റ്റർ ഗെറ്റിംഗ് ഇൻഡിപെൻഡൻസ് ഇൻ ദി ഇയർ 1947 കേരള വാസ് ഫോംഡ് ഇൻ ദി ഇയർ 1956 after 9 years, and we measured chronologically basing the year this 1947, that is the independence year. And today the Christian era is the common scale of chronology all over the world. Nowadays Christian era again, the period of history is divided into AD and BC. The Christian era again divided in the history, അതായത് ഹിസ്റ്ററിയെ കണക്കാക്കുന്നത് ഇപ്പോൾ ലോകവ്യാപകമായി ഈ ക്രിസ്തു വർഷത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലോകവ്യാപകമായി ഈ കാലഗണന കണക്കാക്കുന്നത്, ക്രോണോളജി കണക്കാക്കുന്നത്, കാലഗണന കണക്കാക്കുന്നത്. ആ കാലഗണനയെ രണ്ടായിട്ട് ക്ലാസിഫൈ അല്ലെങ്കിൽ തരംതിരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് രണ്ടായി തിരിച്ചത്? ഒന്ന് AD ആയും മറ്റൊന്ന് BC ആയും. വാട്ട്സ് AD? വാട്ട്സ് ദി എക്സ്പാൻഷൻ ഓഫ് AD? എന്താണ് അതിൻ്റെ എക്സ്പാൻഷൻ? അന്നോ ഡൊമിനി. അന്നോ ഡൊമിനി വാസ് ബേസ്ഡ് ഓൺ ദി ബർത്ത് ഓഫ് ലോർഡ് ക്രൈസ്റ്റ് ഓർ ജീസസ് ക്രിസ്റ്റ്. ക്രിസ്തുവിൻ്റെ ജന്മത്തെ അടിസ്ഥാനമാക്കിയാണ് ഇങ്ങനെ രണ്ടാക്കി തിരിച്ചത്. ദി ലാറ്റിൻ വേർഡ് ദിസ് അന്നോ ഡൊമിനി ഇസ് എ ലാറ്റിൻ വേർഡ് വിച്ച് മീൻസ് ഇൻ ദി ഇയർ ഓഫ് അവർ ലോഡ്. അല്ലേ, നമ്മുടെ ആ ലാറ്റിൻ ഭാഷയിൽ അതിൻ്റെ അർത്ഥം ഈ ക്രിസ്തുവിൻ്റെ പേരിൽ അല്ലേ, ക്രിസ്തുവിൻ്റെ ജന്മം കൊണ്ടാണ്. ഇറ്റ് സിഗ്നിഫൈസ് ദി ഇയർ ഓഫ് ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ജന്മവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ AD യും BC യും തരംതിരിച്ചുള്ള. അന്നോ ഡൊമിനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം
BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ്, അതായത് ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം. ഇങ്ങനെയാണ് കാലത്തെ വേൾഡ് വൈഡായി ഇപ്പോൾ തരംതിരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ക്രോണോളജി എന്ന് പറയുന്നത് based on the birth of ജീസസ് ക്രൈസ്റ്റ്. അതായത് എന്താണ് ജീസസ് ക്രൈസ്റ്റ്? ഇപ്പോൾ ഈ പർട്ടിക്കുലർ ഇയർ അതിൻ്റെ മുൻപുള്ള അല്ലെങ്കിൽ ശേഷമുള്ളതൊന്നും മുൻപുള്ളത് ഒന്നും. ഇത് ക്രിസ്തുവിൻ്റെ ജനനം ഈ ഒരു ഇയറിലാണെന്ന് സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ 1 to 100, 200, then 300, അങ്ങനെ 1 2 3 4 5 6 then 100, 101 2 3 200 അങ്ങനെ പോകുന്ന ഇങ്ങനെ മുന്നോട്ടുള്ള ഇതിനെയാണ് AD, അന്നോ ഡൊമിനി, അല്ലെങ്കിൽ ആഫ്റ്റർ ജീസസ് ക്രൈസ്റ്റ്, ആഫ്റ്റർ ദി ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദെൻ അതിന് മുമ്പുള്ള കാലഘട്ടം, ജീസസിൻ്റെ ജനനത്തിന് മുമ്പുള്ള കാലഘട്ടം 100, 200, 300 ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്ന അല്ലെങ്കിൽ മുമ്പുള്ള കാലഘട്ടത്തെ BC, ബിഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പുള്ള കാലഘട്ടം. ഇങ്ങനെ കാലത്തെ നൗ these AD and BC is known as CE and BCE. CE and BC. See, AD now is known as CE, common era, and BC now is known as BCE, before common era and before common era. ഏത് തന്നെയാണ് ADയും BCയും തന്നെയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. AD BC CE എന്നും, അതായത് അന്നോ ഡൊമിനി ഇപ്പോൾ അറിയപ്പെടുന്നത് കോമൺ ഇറ അഥവാ CE എന്നും, ഈ BC അറിയപ്പെടുന്നത് BCE എന്നും, അതായത് ബിഫോർ കോമൺ ഇറ എന്നും, അത് BCE എന്നും, BCE എന്നും അറിയപ്പെടും, അതായത് ബിഫോർ കോമൺ ഇറ എന്നും അറിയപ്പെടും. അപ്പോൾ AD BC നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണ്. AD BC എന്ന് പറഞ്ഞാൽ എന്താണ്? AD BC എന്ന് പറഞ്ഞാൽ ഇത് ബേസ്ഡ് ഓൺ ദി ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദിസ് ക്രിസ്ത്യൻ ഇറ ഇസ് എന്താ പറയുക, വേൾഡ് വൈഡ് ആയിട്ട് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ഇറയാണ് ക്രിസ്ത്യൻ ഇറ. ക്രിസ്ത്യൻ ഇറ ഇസ് ദി കോമൺ സ്കെയിൽ ഓഫ് ക്രോണോളജി, ക്രോണോളജി ഓൾ ഓവർ ദി വേൾഡ്. ലോകവ്യാപകമായി ഉപയോഗിച്ച് വരുന്ന ഒരു കാലഗണനയാണ് ക്രിസ്ത്യൻ ഇറ. ആ ക്രിസ്ത്യൻ ഇറയെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഹിസ്റ്ററിയിൽ. ഒന്ന് ADയും മറ്റൊന്ന് BCയും, അതായത് ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷവും ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പുമുള്ളത് ആണ് ക്രിസ്ത്യൻ ഇറ. അതിനെ ഇപ്പോൾ അറിയപ്പെടുന്നത് CE എന്നും, അതായത് കോമൺ ഇറ എന്നറിയപ്പെടുന്നത് AD എന്ന കാലഘട്ടം, അതായത് ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷമുള്ളത്. ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പുള്ളത് ആ BC കാലഘട്ടത്തെ അറിയപ്പെടുന്നത് BCE, അതായത് ബിഫോർ കോമൺ ഇറ. And here is a work for you, that is look at your calendar in your home, the number of calendars, അല്ലേ? അതിൽ നോക്കുക, what are the different eras mentioned in the calendar? What are the different eras mentioned in your calendar? കലണ്ടറിൽ നിങ്ങളുടെ കലണ്ടറിൽ മെൻഷൻ ചെയ്ത ഇറാസ്, one is given, we know that Christian era, that's 2020 അല്ലേ? 2020 January to December is the Christian era, we know that അല്ലേ? 2020 January to December is the latest calendar in your home, in your house അല്ലേ? 2020 January to December, അതാണ് ഏറ്റവും റീസെൻ്റ് ആയിട്ട് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന കലണ്ടർ. അതാണ് അതിൽ ക്രിസ്ത്യൻ ഇറ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്രിസ്ത്യൻ ഇറ നമ്മൾ നേരത്തെ പഠിച്ച ക്രിസ്ത്യൻ ഇറ, അതാണ് വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇറ.
ഇനി വേറെ എന്തൊക്കെ അതിൽ കാണാൻ പറ്റും? അതിൽ ഒരുപാട് കാണാൻ പറ്റും അല്ലേ? ആ കലണ്ടറിലെ ഒന്നാമത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേജിൽ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പറയുന്ന ഹിജ്റ ഇറ. ഹിജ്റ ഇറ കണ്ടോ അല്ലേ? ഹിജ്റ ഇറ അതിൽ കാണാൻ പറ്റും. അതിൽ ആദ്യത്തെ മാസം ഏതാ? ആദ്യത്തെ മാസം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹിജ്റ ഇയർ. അതിൽ മാറുന്ന ഒരു സമയം ഉണ്ടാവും അല്ലേ? അതാണ് മുഹറത്തിന്റെ തൊട്ട് മുമ്പുള്ളതാണ് ലാസ്റ്റ് മാസം. അതേതാ? അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ദിൽ ഹിജ്ജ അല്ലേ? ദിൽ ഹിജ്ജ എന്ന് പറഞ്ഞൊരു മാസം കാണാൻ പറ്റും. ആണ് ഒന്നാമത്തെയും അവസാനത്തെയും മാസം. മുഹറം, ജനുവരി, ഡിസംബർ എന്ന് പറയും പോലെ. അതുപോലെ വേറൊരു ഇറ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഏതാണ് ഇറ? ശക ഇറ അല്ലേ? ശക ഇറ, അതായത് ശക ഇറ. ശക എന്ന് പറഞ്ഞാൽ ശകവർഷം എന്നതിൽ എഴുതിയിട്ടുണ്ടാവും മലയാളത്തിൽ. ശകവർഷം, ശക ഇറ അല്ലേ? ശകവർഷം. അതിൻ്റെ ഒന്നാമത്തെ മാസം അവസാനത്തെ മാസം അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഏതാണ്? അതിലെ ഈ പറയുന്ന ഫാൽഗുനം, ചൈത്രം എന്ന് പറയുന്നത് 2 മാസങ്ങൾ കാണാൻ പറ്റും. ആ ഒന്ന് ആദ്യത്തെ ചൈത്രം ആദ്യത്തെ മാസവും അതുപോലെ ഫാൽഗുനം അവസാനത്തെ മാസം. ഇനി മലയാളം ഇങ്ങനെ അതിൽ കാണാൻ പറ്റും അല്ലേ? ഫാൽഗുനം. അങ്ങനെ രണ്ട് മാസങ്ങൾ, ആദ്യ 12 മാസങ്ങൾ ഉണ്ടാവും. ആ കൂട്ടത്തിൽ ആദ്യത്തത് ചൈത്രം, അവസാനത്തെ ഫാൽഗുനം. ദെൻ ഒന്നും കൂടി നിങ്ങൾക്ക് കാണാം മലയാളം ഇറ. നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും അല്ലേ? മലയാളം ഇറ അതിൽ കാണാൻ പറ്റും. മലയാളം ഇറ അതിൻ്റെ വർഷമൊക്കെ നിങ്ങളതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മലയാളത്തിൽ ആദ്യത്തെ മാസം ഏതാ? മലയാള മാസത്തിൽ ആദ്യത്തത് നിങ്ങൾക്കറിയോ? ഇല്ല അല്ലേ? ഓണം വന്ന മാസം നിങ്ങൾക്കറിയില്ലേ? ഓണമാസം ഏതാണ്? ചിങ്ങം അല്ലേ? ഒന്നാമത്തെ മാസം അല്ലേ? ചിങ്ങം തൊട്ട് അങ്ങനെ പോകൂലേ? ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, അവസാനം കർക്കിടകം അല്ലേ? 12ാമത്തെ മാസം കർക്കിടകം. അപ്പൊ ചിങ്ങം തൊട്ട് കർക്കിടകം വരെയുള്ള ഒരു ഇറ. ഇങ്ങനെ വ്യത്യസ്ത ഇറകൾ അല്ലെങ്കിൽ കാലഘട്ടങ്ങളിൽ അതിൽ വളരെ കോമൺ ആയിട്ട് വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഇറയാണ് ക്രിസ്ത്യൻ ഇറ. പിന്നെ അറബ് ലോകത്തൊക്കെ യൂസ് ചെയ്യുന്ന ഹിജ്റ ഇറ അല്ലേ? അതാ പ്രോഫറ്റ് മുഹമ്മദിന്റെ ഹിജ്റയുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത ആ ഒരു ഇറ, ഹിജ്റ കാലഘട്ടം അല്ലേ? ഹിജ്റ ഇറ. ദെൻ മലയാളം ഇറ. ദെൻ ശക ഇറ, ശകവർഷം അല്ലേ? ശകവർഷം. അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ നിങ്ങളുടെ ഈ പറയുന്ന ഏതിൽ കാണാൻ പറ്റും? നിങ്ങളുടെ കലണ്ടറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഒരു ചെറിയ സംഗതിയും കൂടി അതിൽ ആ ബുക്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ബുക്ക് ആ ചാപ്റ്റർ അവിടെ തീരും അല്ലേ? എന്താണത്? സെഞ്ചുറി. ഹാവ് യു ഹിയർഡ് അബൌട്ട് സെഞ്ചുറി? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടല്ലേ? ക്രിക്കറ്റ് കളിക്കുമ്പോൾ സെഞ്ചുറി കേട്ടിട്ടുണ്ട് അല്ലേ? കേട്ടില്ലേ? സെഞ്ചുറി എന്താ? സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 100 റൺസ് ആയിട്ടുണ്ടെങ്കിൽ ഏതായി? സെഞ്ചുറി ആയി അല്ലേ? സച്ചിൻ്റെ സെഞ്ചുറി. അല്ലെങ്കിൽ സച്ചിനൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പോൾ വിരാട് കോഹ്ലിയാണ് അല്ലേ? കോഹ്ലി അല്ലെങ്കിൽ ഈ പറയുന്ന ഈ മറ്റു കളിക്കാരൻ അല്ലേ? സെഞ്ചുറി നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? 100 സെഞ്ചുറി. ഹിയർ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ഒരു സെഞ്ചുറിയെ കുറിച്ച് പറഞ്ഞു. എന്താണ് സെഞ്ചുറി? എന്താ സെഞ്ചുറി എന്ന് പറഞ്ഞാൽ ഹിയർ 100 ഇയേഴ്സ് കൂടുമ്പോൾ അതിനെ സെഞ്ചുറി എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? നൂറ്റാണ്ട്, ഒരു നൂറ്റാണ്ട്. എന്താ ഒരു നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ? ഒരു സെഞ്ചുറി എന്ന് പറഞ്ഞാൽ ഹിയർ എ സെഞ്ചുറി ഡിനോട്ട്സ് 100 ഇയേഴ്സ്. എന്താണ്? 100 ഇയേഴ്സ്. ഇപ്പൊ AD 1-ാം നൂറ്റാണ്ട്. ഏതാ AD 1-ാം നൂറ്റാണ്ട്? AD ഫസ്റ്റ് സെഞ്ചുറി എന്ന് പറഞ്ഞാൽ AD 1 to 100 അതാണ് AD 1-ാം നൂറ്റാണ്ട്. AD ഫസ്റ്റ് സെഞ്ചുറി. BC 1 to 100 BC 1-ാം നൂറ്റാണ്ട്. പുറകിലോട്ടും മുന്നോട്ടും അല്ലേ? ക്രിസ്തുവിൻ്റെ ബർത്താണ് ഇതിൻ്റെ ബേസ് അല്ലേ? ക്രിസ്തുവിൻ്റെ ബർത്ത്. ആ ക്രിസ്തുവിൻ്റെ ജനനം മുതൽ 1 മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ എത്ര വരെ എത്തി? 2020 വരെ എത്തി. അതിൻ്റെ ഇടയിലുള്ള ഓരോ 100നെയും ഓരോ സെഞ്ചുറി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലേ? അതാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നൗ വി ആർ ലിവിങ് ഇൻ വിച്ച് സെഞ്ചുറി? In which century? 2020. That's 2100 അതുവരെയുള്ള കാലഘട്ടമാണ് ഏതാ? ഇപ്പോഴത്തെ നമ്മൾ ജീവിക്കുന്ന ഈ സെഞ്ചുറി. ആ സെഞ്ചുറി എത്രാമത്തെ സെഞ്ചുറിയാ? 21st സെഞ്ചുറി. 21ാമത്തെ സെഞ്ചുറിയാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം അല്ലേ? ഏതാണ് സെഞ്ചുറി? 21st സെഞ്ചുറി. ഫ്രം വേർഡ് ടു വേർഡ്, ഫ്രം 2000 to 2100. ലാസ്റ്റ് സെഞ്ചുറി, വിച്ച് വാസ് ദി ലാസ്റ്റ് സെഞ്ചുറി? ഏതാണ് ലാസ്റ്റ് സെഞ്ചുറി? നമ്മൾ കഴിഞ്ഞു പോയ സെഞ്ചുറി ഏതാ? തൊട്ട് മുമ്പുണ്ടായിരുന്ന സെഞ്ചുറി 20th സെഞ്ചുറി. ഫ്രം വേർഡ് ടു വേർഡ്, ഫ്രം വേർഡ് ടു വേർഡ്
20th century from 1900 to 2000, that is 20th century, 20ാം നൂറ്റാണ്ട് 2000 വരെയുള്ള കാലഘട്ടം അല്ലേ, അതിനെയാണ് സെഞ്ചുറി. ആൻഡ് ഇതാണ് ഏതാ സെഞ്ചുറി എന്നറിയപ്പെടുന്നത്. ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ AD-BC അല്ലെങ്കിൽ CE-BC ഒക്കെ പഠിച്ചു അല്ലേ. ഇത് നമുക്കൊരു പർട്ടിക്കുലർ തുടക്കമായിട്ട് കണക്കാം. ഇതിൽ AD കാലഘട്ടത്തിന് 1 to 100 ഇതാണ് 1ാം നൂറ്റാണ്ട്, ഫസ്റ്റ് സെഞ്ചുറി. അങ്ങനെ 200, 300, 400, 100 അങ്ങനെ 1000 ഒക്കെ കഴിഞ്ഞാൽ 900 to 1000 ആണെങ്കിൽ ഇത് 10th സെഞ്ചുറി, 10ാം നൂറ്റാണ്ട്. 900 to 1000 10ാം നൂറ്റാണ്ട്. അങ്ങനെ കഴിഞ്ഞ് 2000 എത്തി അല്ലേ. അങ്ങനെ പോയി അവസാനം എന്തായി 1900, അതായത് 1900 to 2000, അതാണ് 19th സെഞ്ചുറി. എഗെയിൻ ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഏത് നൂറ്റാണ്ടിലാണ്? which century now is living? We are living in 21st century, 21ാം നൂറ്റാണ്ടിൽ. ആൻഡ് this from which to which year? From 2000 to 2100, അതാണ് 21ാം നൂറ്റാണ്ടാണ്. ഇപ്പോൾ നമ്മൾ 21ാം നൂറ്റാണ്ടിലെ 20 വർഷം കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ ഇങ്ങോട്ട് പുറകിലേക്കും ഉണ്ടാവും അല്ലേ, BC-യിലും ഉണ്ടാവും അല്ലേ. 1 to 100 BC അല്ലെങ്കിൽ CE അല്ലേ, BCE, ബിഫോർ കോമൺ ഇറ. അതിൽ 1ാം നൂറ്റാണ്ട് 1 to 100, ദെൻ 101 to 200 BCE, 2ാം നൂറ്റാണ്ട്. അങ്ങനെ അവസാനം അങ്ങോട്ട് പുറകിലോട്ട് പോകുമ്പോൾ കൂടി വരും. അങ്ങനെയാണ് സെഞ്ചുറി നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്യുക, ഒരു വർക്ക് ഉണ്ട്, അത് നിങ്ങൾ ചെയ്യുക. അതോടൊപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. ആ ക്വസ്റ്റ്യൻസും ഇതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്ത് നിങ്ങൾ നോട്ട് ബുക്ക് ക്ലിയർ ആക്കി എഴുതി വെക്കുക. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്റർ. നൗ going to conclude today's class. Okay.